അല്ല, വലിയ വർധനവ് എല്ലാവർക്കും ദോഷം തന്നെ. അത് ഞാൻ പക്ഷെ നിവൃത്തിയില്ല. അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ്. അത്രയും ചെറിയ വർധനവേ വന്നിട്ടുള്ളൂ. പക്ഷേ മറ്റ് ക്രോസ് സബ്സിഡി ഉള്ളത് കൊണ്ടൊക്കെ ആ വർധനവ് എടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. ഇപ്പോൾ ചെറിയ 1000 മെഗാവാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ള ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. വാട്സ് 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങി ഇവിടെ താരിഫ് വർദ്ധിച്ചിട്ടില്ല. ഏകദേശം 38,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല. കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് ലോഡിൻ്റെ പരിധി 1000 കിലോ വാട്ടിൽ നിന്ന് 2000 കിലോ വാട്ടായി ഉയർത്തിയിട്ടുണ്ട്. മുമ്പ് അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കും പോളിയോ ബാധിതർക്കും മാത്രമായിരുന്നു ഈ ആനുകൂല്യം. ഇത് അംഗവൈകല്യമുള്ള എല്ലാവർക്കുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എൻഡോസൾഫർ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. KEB ലിമിറ്റഡ് 2024-25 വർഷിച്ച സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി 37 നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും അത് അംഗീകരിച്ചില്ല. ശരാശരി കമ്മീഷൻ 16 പൈസയുടെ വർധനവ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന KEB ലിമിറ്റഡിൻ്റെ നിർദ്ദേശം കമ്മീഷൻ അംഗീകരിച്ചില്ല. യൂണിറ്റിന് 10 പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന KEB ലിമിറ്റഡിൻ്റെ നിർദ്ദേശവും അംഗീകരിച്ചില്ല. സംസ്ഥാനത്ത് ഏകദേശം 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികളാണ് ഉള്ളത്. ഇവർക്ക് പകൽ സമയത്ത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ നിരക്ക് 10% കുറയ്ക്കാൻ തീരുമാനിച്ചു. അതല്ലേ, കൃഷി ആവശ്യത്തിലുള്ള വൈദ്യുതി നിരക്കൽ യൂണിറ്റിന് 5 പൈസയുടെ നിരക്ക് വർധനവ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഏകദേശം 5 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനത് വലിയ ബാധിക്കില്ല. സംസ്ഥാനത്ത് വ്യവസായ മേഖലയുടെ താൽപ്പര്യം കണക്കിലെടുത്ത് ശരാശരി 1 മുതൽ 2% നിരക്ക് വർധന മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. 10 കിലോ വാട്ട് വരെയുള്ള ലോഡ് ചെറുകിട വ്യവസായങ്ങൾ ഫിക്സഡ് ചാർജിൽ വർധനവില്ല. എനർജി ചാർജിൽ യൂണിറ്റിന് 5 പൈസയുടെ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ വൈദ്യുതി നിരക്കിൽ നേരത്തെ പറഞ്ഞില്ലേ 10% കുറവ് വരുത്തിയിട്ടുണ്ട്. പകല് ഓഡിറ്റോറിയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, കൺവെൻഷൻ സെൻ്ററുകൾ തുടങ്ങിയവ ഇപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയ ചിലവുള്ളതാണത്. അവിടെ എന്ത് ചോദിച്ചാൽ കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കി പരിസര മലിനീകരണം കുറയ്ക്കുന്നതിന് ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ താൽക്കാലിക കണക്ഷൻ നിരക്കിൽ വൈദ്യുതി നൽകുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ടീ ഹാളുകൾ പ്രവർത്തിക്കുമ്പോൾ ഫിക്സഡ് ചാർജ് നൽകേണ്ടതുമില്ല. അവർക്കത് വലിയ ഗുണം ചെയ്യും. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളെ TOD നിരക്കിലേക്ക് മാറ്റുന്നുള്ള, അത് നേരത്തെ പറഞ്ഞ പോലെ പകൽ കമ്മിയാക്കണമെങ്കിൽ ഈ മീറ്റർ വയ്ക്കണം. വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജ് വർധനവില്ല. ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഫാം സ്റ്റേകളിൽ ഹോം സ്റ്റേ രീതിയിൽ ഗാർഹിക നിരക്ക് ബാധകമാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്റ്റലുകളുടെ താരിഫിൽ ശരാശരി 30% വരെ ഇളവ് നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം വൈദ്യുതി ബില്ലുകൾ എല്ലാ ഉപഭോക്താക്കളും മലയാളത്തിൽ നൽകാൻ KEB ലിമിറ്റഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർഷിക വിലക്കയറ്റ തോത് 5.9% ആയിരിക്കെ 2.3% മാത്രമാണ് വർധനവുണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ചുരുക്കത്തിലുള്ളത്. എന്താ ഇല്ലില്ല, അത് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ പകലും
വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞില്ല 6 മണി തൊട്ട് 6 മണി വരെയും രാത്രി വേറൊരു ചാർജല്ല. രാത്രി നമ്മൾ പീക്ക് അവറിൽ മേടിക്കുന്നത് 5 റുപ്യ തൊട്ട് 15 റുപ്യ വരെ വെച്ചിട്ടാണ് മേടിക്കുന്നത്. ആ ബാധ്യത ആരെ എടുക്കും? അതുകൊണ്ട് അവിടെ വൈദ്യുതി നിരക്ക് ഈ വർധനവ് രാത്രി മാത്രമേ ഉള്ളൂ, പകലില്ല. പകലുള്ളത് കമ്മിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തവണ 16%, അടുത്ത മാസം 12%. ഈ 16-നൊപ്പം 12 കൂടെ കൂടുന്നതാണോ അല്ല 12-ന്റെ അതെന്താണ്? എവിടെ പറഞ്ഞിരിക്കണ? 25 അത് കൂടും, സ്വാഭാവികമല്ലേ? കൂടും കൂടും. വരും വരും വരും. പൈസയാണ്. അല്ല, അത് പറയാം. അതിലല്ല, അങ്ങനെയല്ല. അതിലല്ല, അതിനെന്ന് വെച്ചാൽ 2013 9.1%, 2014 6.7%, 2017 4.77%, 2019 7.32%, 2022 7.32%, 2023 4.45%, 2024 2.3%. അങ്ങനെയാണ് യഥാർത്ഥ കണക്ക്. അതായത് ഈ അടുത്ത വർഷമാകുമ്പോൾ ഈ 16-12 പൈസ കൂടി കൂടും. അത് കൂടും. അതിനായി. പക്ഷെ ശതമാനത്തിൻ്റെ കണക്കിലില്ല. അതിൽ അവർക്കുള്ള ഗുണം എന്താ വെച്ചാൽ പകൽ കമ്മിയായി കിട്ടില്ല.